സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനത്ത് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ അൽഫോൺസാമ്മയുടെ കബറിടം. പാലായിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലത്തായുള്ള ഈ കബറിടം സ്ഥിതി ചെയ്യുന്നത് മീനച്ചിലാറിൻ്റെ തീരത്തായിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ചെറിയ രീതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ വ്ലോഗ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടുത്തെ ഫൊറോന പള്ളിയാണ്. ഇത് അൽഫോൻസാമ്മയുടെ കബറിടമൊക്കെ ആയിട്ടുള്ള പള്ളിയാണ്. ഇവിടെ പേര് പോകത്തില്ല. ഇവിടെ സിസ്റ്ററായി അധികം പ്രായമായില്ല, 35 വയസ്സൊക്കെ ആയപ്പോഴത്തേനും അസുഖമായി. അതിന് മുമ്പേ അപ്പോൾ നല്ലൊരു കുടുംബത്തിനായിരുന്നു, വലിയ പൈസയൊക്കെ ഉള്ളത്. കല്യാണം കഴിച്ചു വിടാമെന്നൊക്കെ പറഞ്ഞപ്പം പുള്ളിക്കാരി സമ്മതിച്ചില്ല. എന്നിട്ട് കല്യാണം കഴിപ്പിക്കാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരി ഒരു തീക്കകത്തുകൊണ്ട് കാല് വെച്ച് പൊള്ളിച്ച്. അപ്പോൾ പിന്നെ കല്യാണം കഴിപ്പിക്കാമല്ലോ. പക്ഷേ അതൊക്കെ ഭേദമായി കഴിഞ്ഞ് വീണ്ടും ഞാൻ പോകാമെന്ന് അടുത്തിൽ തന്നെ പോയി കോൺവെൻറ്റിൽ ചേർന്നു. അങ്ങനെ കോൺവെൻറ്റിൽ നിന്ന് കുറേ പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുകയും പിള്ളേരൊക്കെ സ്കൂളിലെ ടീച്ചറായിരുന്നു. കഴിഞ്ഞ് കുറേ നാൾ അസുഖമായി. അത് ചെറുപ്പത്തിൽ ഒരു 10-40 വയസ്സിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ അസുഖം കിടന്നപ്പോൾ തന്നെ ഈ പിള്ളേരൊക്കെ ഇവിടെയൊക്കെ ആയിരുന്നു കിടന്നത്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉണ്ട് ഇവർക്ക്. അത് ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ കാണാൻ ചെല്ലുമായിരുന്നു. അങ്ങനെ പിള്ളേർക്ക് പ്രാർത്ഥിക്കാൻ പറയുമ്പം ആ പിള്ളേർക്ക് നല്ല മാർക്ക് കിട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നേ. മരിച്ചു കഴിഞ്ഞ് സിസ്റ്ററിൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് കളഞ്ഞു. ഒരു മാനസിക നില തെറ്റിയ ഒരു സ്ത്രീ ആ പായും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു. അത് നല്ല സുഖം പ്രാപിച്ചു. അങ്ങനെ അത്ഭുതം കിടക്കുന്നത് പിള്ളേർ തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നല്ല മാർക്ക് കിട്ടുന്നു പിള്ളേരെല്ലാം. അങ്ങനെയാണ് അത്ഭുതങ്ങൾ വരുന്നത്. അങ്ങനെയായി. പിന്നെ ഒരു കൊച്ച് കുറച്ച് നാൾ കഴിഞ്ഞു, കുറേ നാൾ കഴിഞ്ഞ് ഈ കാല് ഒരു തളർന്നു പോകുന്നതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അവരിവിടെ വന്ന് പ്രാർത്ഥിച്ച് അപ്പനും അമ്മയും ആ കൊച്ചിനോട് 4 വയസ്സോ 5 വയസ്സായി പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്ന് വൈകുന്നേരമായപ്പോൾ കാല് നീക്കിയായി. അതാണ് ഒന്നാമത്തെ പ്രധാന ഈ പുണ്യവതിയാക്കാനുള്ള ഒരു സാക്ഷ്യമാണല്ലോ അത് വെച്ചിരിക്കുന്നത്. അത് ഡോക്ടറൊക്കെ സാക്ഷ്യപ്പെടുത്തും. അങ്ങനെ അത് വെച്ചിട്ടാണ് പുണ്യവതിയാക്കുന്നത്.
ആ അൽഫോൻസാമ്മയുടെ ചാപ്പാണ് ഒറ്റ ദിവസം. ആ ആ പെരുന്നാളായി ഒരു മാസം കൂടി ഇനി വരുന്നത്. ആ അതിന് ഈ മെയിൻ്റനൻസ് ഒക്കെ നടക്കുക. ഓ ശരി. അതാ ഈ പെയിൻ്റടിയും ആ എല്ലാ ദിവസവും തീർത്ഥാടേണ്ട കാര്യം ഒത്തിരി പേര് വരികയും ചെയ്യും. ഭയങ്കര തിരക്കാണ്. അതിൻ്റെ മുന്നോട്ടങ്ങളാണ് പണി നടക്കുന്നത്. വേളാങ്കണ്ണി പോയിട്ടുണ്ടോ? ആ അവിടെയൊക്കെ ആയിരിക്കും. അല്ല, ഇവിടെ ഈ ഏരിയയില. ആയിരത്തി 1910 ഓഗസ്റ്റ് മാസം ജനിച്ച വിശുദ്ധ അൽഫോൻസാമ്മ അന്നക്കുട്ടി എന്ന പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. 1946 വിശുദ്ധ അൽഫോൻസാമ്മയുടെ മരണം. സീറോ മലബാർ കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധയും ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയുമാണ് വിശുദ്ധ അൽഫോൻസാമ്മ. എല്ലാ വർഷവും ജൂലൈ മാസം 19 മുതൽ 28 വരെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ പതിനായിരങ്ങളാണ് അൽഫോൻസ ജീവിച്ചിരുന്നതും വിശുദ്ധ ഖബറിടം സ്ഥിതി ചെയ്യുന്നതുമായ ഭരണങ്ങാനത്ത് ഒത്തുചേരുന്നത്. ഇന്ന് ഈ ദേവാലയം ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. എല്ലാവരും പ്രാർത്ഥിക്കുവാനും ആരാധനകളിൽ പങ്കെടുക്കുവാനും ഇവിടെ എത്തുന്നു. വിശുദ്ധ അൽഫോൻസ ഇവിടെ താമസിച്ചിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയവും ഇതോടൊപ്പം ഉണ്ട്. ഇന്ന് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റിയില്ല. എന്നിരുന്നാലും അവിടെ അവരുടെ കിടക്കയും എല്ലാവർക്കും കാണാനായി അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവൻ്റെ വലിപ്പമുള്ള രൂപം സ്ഥാപിച്ചിരിക്കുന്ന ഒരു മുറിയും കുര്യാക്കോസ് ചാവറയ്ക്ക് അസുഖം ബാധിച്ചപ്പോൾ അവരെ സുഖപ്പെടുത്തുന്നതിനായി കാണപ്പെടുന്ന ഛായാചിത്രവും ഈ മ്യൂസിയത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെയും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതിക്കോട്ടെ. വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെയും മറ്റൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു. ബൈ.